പൊതുവെ ഈ IT ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൽ AC-ക്കകത്ത് സൂക്ഷിക്കാന്നാണ് എല്ലാവരുടെയും വിചാരം. പിന്നെ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ പറയണ്ടല്ലോ, വീട്ടിൽ നിന്ന് സൂക്ഷിക്കാമല്ലോ. എന്നാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ, നിങ്ങളുടെ ധാരണ തെറ്റാണ്. വീട്ടിൽ ഇരിക്കുമ്പം വീട്ടിലെ ഓരോ ജോലികൾ ചെയ്യേണ്ടി വരും. കണ്ടില്ല, തേങ്ങ പൊടിക്കുക, പിന്നെ കൊണ്ട് ഇത് വെച്ച് വേറെ പല പല പരിപാടികൾ. ഞാനിത് കാണിച്ചു തരാം. എന്നിട്ട് IT ജോലിക്കാരനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. തടസ്സങ്ങളെല്ലാം വെട്ടി മാറ്റി. ഈ ഒരു വാഴയെ വളരാൻ അനുവദിച്ചുകൂടാ, അത് എനിക്ക് തന്നെ പണിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഈ വാഴ പിണ്ടി എടുക്കുക എന്നുള്ളതാണ്. പിന്നേതാ ഇതല്ല, കണ്ടോ കൊറേ വാഴകളുണ്ട്. വാഴയാന്ന് എനിക്കും അറിയില്ല. ഓണം പിടിച്ചൊണ്ടൊരു വാഴ ആ വാഴയ്ക്ക് പോലും ഏതാ ഇതാണ് ഇവിടുത്തെ മാനേജർ. ഈ പ്രോപ്പർട്ടിയുടെ ഉടമയാണ്. ഇതാണോ? ഇതാണ് നമ്മുടെ വാഴ. ഇതിന്റെ പിണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എവിടെ വെച്ച് കിട്ടണം? ഇവിടെ വെച്ചിട്ട് കൂടെ പോകണം. മാറി ഇന്നേ അവിടുന്ന്. എവിടെ? ഇവിടാ. മഴ. എന്നിട്ട് ഈ വാഴയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താ നിനക്ക് അറിയുമോ? എന്താ ഒരു വാഴക്കല്ലേ അറിയൂ? എനിക്കറിഞ്ഞൂടെ. വാഴയുടെ പ്രത്യേകത എന്താ? വാഴ ഒരു മരമാ. അയ്യോ, എന്റെ ഷൂ ഇരിക്കുവാ. അയ്യോ, അതിന്റെ തലേ വെള്ളം വീണേ. കൊള്ളാലോ. ഇത് കണ്ട കേടായിരുന്നു, കൊള്ളത്തില്ലെന്നേ. മഴ മഴ. ഷൂസ് എന്റെ തലേ വെള്ളം വീഴും. തലേ വെള്ളം വീഴുന്ന ഇവക്ക് ഇഷ്ടമല്ല ഗൈസ്. അവക്ക് തലേ വെള്ളം വീഴുന്ന അലർജിയാണ്. ഇതാണ് നമ്മുടെ പിണ്ടി. അയാളെ ഐഫോണൊക്കെ ഇപ്പൊ വെള്ളത്തിൽ നനഞ്ഞു. സോറി, ഇതെല്ലാം ഞാൻ പിടിച്ച് കളഞ്ഞു. ഇനി ഇതൊന്നിനും കൊള്ളത്തില്ല. കൊള്ളാം. എനിക്ക് പ്രോഗ്രാം ചെയ്യാനല്ലേ അറിയാം, എനിക്ക് അറിയില്ലല്ലോ. ഇപ്പൊ കിട്ടും. പൊളിച്ച് പൊളിച്ച് നല്ല ഫസ്റ്റ് ആളെയാണ് ഏൽപ്പിച്ചത്. ഇപ്പൊ കിട്ടും. കൊള്ളത്തില്ല ഇത്, കണ്ടാ? ഇങ്ങനെ വെട്ടി വെട്ടി കളഞ്ഞു. വാഴപ്പിണ്ടി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. പിണ്ടി ഇതാണ് ഔഷധ ഗുണമുള്ള സാധനം. 2 ലെയറൊന്നും വേണ്ട. ഇതാണ് ശരിക്കുള്ള സാധനം. മറ്റേ നിങ്ങൾ ആവശ്യമില്ലാതെ ചെയ്യുന്നു. വാഴപ്പിണ്ടി നമ്മൾ പറ്റുന്ന പോലെ വെട്ടിയെടുത്ത് പിടിച്ചിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞു, എന്നാലും സാരം. അടുത്തതാണ് നമ്മുടെ തേങ്ങ പൊതിക്കൽ മിഷൻ. ഇതിന്റെ ഇടയ്ക്ക് നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചായിരുന്നു. എന്താണ് വാഴയുടെ പ്രത്യേകത? എന്താണ് വാഴയുടെ പ്രത്യേകത പറയൂ. വാഴയുടെ പ്രത്യേകത വാഴന്റെ എല്ലാം കഴിക്കൂ. എന്തോ നീ ഇല തിന്നു? അല്ല, എല്ലാം ഉപകാരമുള്ള. എല്ലാം ഉപകാരമുള്ള. എന്തോ ഉപകാരമുള്ള? വാഴയുടെ അടി മുതൽ മുടി വരെ വേസ്റ്റ് ഇല്ലാത്തൊരു സംഭവം, പ്രോഡക്ട്സ് ആണ് വാഴ. ഓക്കെ, സോ ഇനി അത് മറക്കരുത്. എല്ലാം നമുക്ക് എന്തിനേലും ഒക്കെ ഉപയോഗിക്കാം. സോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് മിസ്റ്റർ വാഴ.
പിന്നെ ഈ തേങ്ങ പൊതിക്കുന്നത് അത്യാവശ്യം സാഹസികമായ ഒരു പ്രവൃത്തിയാണ്. സൂക്ഷിച്ച് പൊതിച്ചില്ലെങ്കിൽ കൈ മുറിയും. ഇല്ലെങ്കിൽ വീട്ടിലെ പോരാളി എന്നെ ഒലക്കെ കടിക്കും. അപ്പോൾ പിടിച്ചിരുന്ന് AC മുറിയിലിരുന്ന് ജോലി ചെയ്യുക മാത്രമല്ല, അവിടുത്തെ മാനേജർമാരെയും അടുപ്പത്തിരിക്കുന്നവന്മാരെയും വായിലിരിക്കുന്ന കേൾക്കണം. വീട്ടിൽ വന്നാൽ ഇതേപോലെ പട്ടിപ്പണികൾ. അമ്മ എത്രാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ടായി തേങ്ങ പൊതിക്കുന്നേ? പൊതിച്ചു കൊടുക്കുന്നുണ്ടോ? എന്തേ ഇയാൾക്ക് കുടിച്ചുകൂടായിരുന്നു? ഞാൻ അപ്പപ്പ വന്ന് പൊതിക്കും. ആ അതെ അതെ. ഈ തുണി കഴുകിയിട്ടാ എന്തൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ടാൽ അഴുക്ക് പോവില്ല ഇല്ലേ? അതെ, വീട്ടിലെ മാനേജറുടെ അഭിപ്രായമാണത്. ഇങ്ങനെ എത്ര എത്ര ജോലികൾ ചെയ്യാൻ ഇനിയും ഒരു IT-കാരന്റെ ജീവിതം വീണ്ടും ബാക്കി. എല്ലാ IT-കാരുടെയും മനസ്സിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നാണ്. അതാകുമ്പോൾ ഇതേപോലെ വല്ലവന്മാരെയും ആയിരിക്കേണ്ട കേൾക്കണ്ടല്ലോ. പക്ഷെ അതെന്നും ഒരു തോന്നലായിട്ട് എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഇരിക്കും. കഷ്ടപ്പാടാണ് ഗൈസ്. ഒരു IT ജീവനക്കാരൻ്റെ ജീവിതം കഷ്ടപ്പാടാണ്. നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പോൾ ഓക്കെ ബൈ. ഞാൻ ഈ തേങ്ങ കൊണ്ട് കൊടുക്കട്ടെ. ഇതി വെക്കണം. ഇതി ഓർഡർ ചെയ്യുന്നുണ്ടാ? തേങ്ങ പൊരിച്ചതും പോരാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.